ഗോഡ്സ് ഓൺ കൺട്രി, സഞ്ചാരികളുടെ പറദീസ, ഇതൊക്കെ കേൾക്കുമ്പോൾ ലോകത്തെ മറ്റ് പ്രശസ്തമായ ടൂറിസം കേന്ദ്രങ്ങൾ വരെ നാണിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. കേരളത്തിലെ കോവളമടക്കം മൂന്നാറടക്കം ഇപ്പോഴും ദേശീയ വിനോദസഞ്ചാര പട്ടികയിൽ കയറിപ്പറ്റാൻ നിൽക്കുന്ന മൂന്നാറടക്കം അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിൽ ടൂറിസം മഹാമഹമായിരുന്നു നമ്മുടെ മന്ത്രി റിയാസ് വന്ന ശേഷം കഴിഞ്ഞ 2-3 വർഷമായിട്ട്. പരിസ്ഥിതി സൗഹൃദ ടൂറിസം, കാരവാൻ ടൂറിസം, പാരാഗ്ലൈഡിംഗ് ടൂറിസം, സ്ത്രീ സൗഹൃദ ടൂറിസം, അങ്ങനെ എന്തിനും അതിൻ്റെ അവസാനം ഒരു ടൂറിസം. പൊടിച്ചത് കോടികളാണ് ഓരോ പദ്ധതികൾക്കും. ഇനി മറുപടി പറയേണ്ടത് ഇതേ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ്. ഈ പദ്ധതികളൊക്കെ അനുഭവിക്കാൻ വേണ്ടത് വിദേശ വിനോദ സഞ്ചാരികളാണ്. അവർ എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത്? അവർ വന്ന കൂട്ടമായി വന്നിരുന്ന ആ ക്രൂയിസുകൾ എവിടെ പോയി? ഈ സാമ്പത്തിക വർഷം ഇതുവരെ എത്ര ആഡംബര ക്രൂയിസ് കപ്പലുകൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു തുറമുഖത്തേക്ക് അടുത്തു? അതിനുത്തരം കാണില്ല. കാരണം ടൂറിസത്തിൻ്റെ വിഷയം വരുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാവൂ, അല്ലെങ്കിൽ കേരളം ലോക ടൂറിസം ഭൂപടത്തിൽ നിന്നും മായ്ക്കപ്പെടുമെന്നൊക്കെയാണ് ഇവർ കൽപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇതിനെങ്കിലും മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞില്ലെങ്കിൽ ടൂറിസം വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ട് ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കിക്കണം. എന്തുകൊണ്ട് കേരള ടൂറിസം ഇത്ര അധപതിച്ചു പോയി, ഗതികെട്ട് പോയെന്ന്. കാരണം കൊച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് കൊച്ചി പഴയ കൊച്ചിയല്ല. കൊച്ചിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ കേരളം കാണാനായി കൊച്ചിയിൽ നങ്കൂരമിട്ടത് വെറും 3 ആഡംബര വിനോദ സഞ്ചാര ക്രൂയിസുകൾ. ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കഴിഞ്ഞ ഒക്ടോബറിലെത്തിയ റോയൽ കരീബിയൻ സെലിബ്രിറ്റി ക്രൂയിസായ ആന്തം ഓഫ് ദി സീസ് ആണ് കൊച്ചി കണ്ട ഏറ്റവും ഒടുവിലത്തെ വലിയ ആഡംബര കപ്പലുകൾ. ചെങ്കടലിൽ സ്ഥിരം സംഘർഷ സാധ്യത തുടരുന്നതാണ് ഇതിന് കാരണമെന്ന് വേണമെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ പറഞ്ഞൊഴിയാം. കാരണം കേരളത്തിൻ്റെ കയ്യിലല്ല ഇറാനും ഇസ്രായേലും ഹൂതികളും ഒക്കെ പെടുന്ന ചെങ്കടലിലെ ആ സംഘർഷ മേഖല. ഒരു കാര്യം സത്യമാണ്, ചെങ്കടലിലെ സംഘർഷം തുടരുന്നത് തന്നെയാണ് ആഡംബര ക്രൂയിസുകൾ അതുവഴിയുള്ള യാത്ര ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം. പിന്നെ കേരളത്തിലെത്തുമ്പോഴുള്ള എമിഗ്രേഷൻ നടപടികളിലെ നൂലാമാലകളും സുരക്ഷാ പ്രശ്നങ്ങളും. അത് ഇന്ത്യയിലേക്ക് തന്നെയുള്ള ടൂറിസ്റ്റുകളുടെ വരവിൽ കുറവുണ്ടാക്കിയെന്നത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ കേരളം ഒരിക്കലും ടൂറിസത്തിൽ ഇന്ത്യയെ താരതമ്യപ്പെടുത്താറില്ല. കേരളം തനിപ്പിടിയായിരുന്നു ഇത്രയും വരെ. ആഡംബര കപ്പലുകൾക്കായി പ്രത്യേക ക്രൂയിസ് ടെർമിനലുകളും അനുബന്ധ സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊച്ചി കാത്തിരിക്കുകയാണ്. 4800 യാത്രക്കാരുമായിട്ടാണ് അന്ന് റോയൽ കരീബിയൻ സെലിബ്രിറ്റി ക്രൂയിസായ ആന്തം ഓഫ് ദി സീസ് ഒരു ദിവസം വന്ന് കൊച്ചി നങ്കൂരമിട്ടത്. പിന്നീട് വന്നത് 3 ചെറിയ കപ്പലുകൾ. കോവിഡ് സമയത്തെ അനിശ്ചിതത്വം ക്രൂയിസ് ടൂറിസത്തിന് ക്ഷീണമുണ്ടാക്കിയെങ്കിലും പിന്നീട് അത് പച്ചപിടിച്ച് വരികയായിരുന്നു. ആ സമയത്താണ് ചെങ്കടൽ റഷ്യ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായത്. അതിനു മുമ്പ് തന്നെ ചെങ്കടലിലേക്ക് ഇസ്രയേലിലേക്കടക്കം ചരക്കുമായി പോകുന്ന കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ച് തകർത്തുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ആ കപ്പൽ ജീവനക്കാരെ ബന്ദികളാക്കി വിലപേശിയിരുന്നു. 2022-23 16 അന്താരാഷ്ട്ര ക്രൂയിസുകൾ ഉൾപ്പെടെ 41 ആഡംബര കപ്പലുകളാണ് കൊച്ചിയിലെത്തിയത്. അന്ന് 36,400 ടൂറിസ്റ്റുകളാണ്, വിദേശ ടൂറിസ്റ്റുകളാണ് ഇങ്ങനെ കൊച്ചിയിൽ വന്ന് മടങ്ങിയത്. 2017-18 അന്നുമുണ്ടായിരുന്ന 42 ആഡംബര കപ്പലുകൾ, 1,00,000-ഓളം വിദേശ ടൂറിസ്റ്റുകൾ അന്നും കൊച്ചിയിലെത്തി. സംസ്ഥാന സർക്കാർ പറയുന്നത് എമിഗ്രേഷൻ നടപടികളിലെ നൂലാമാലകളും സുരക്ഷാ പ്രശ്നങ്ങളുമൊക്കെയാണെന്നാണ്. ഒരു കപ്പലിന് 10 ലക്ഷം രൂപയാണ് ഫീസ് ഇനത്തിൽ തുറമുഖ അതോറിറ്റിക്ക് ലഭിക്കുന്നതെന്ന് കൂടി ഓർക്കണം. എന്തൊക്കെയാണ് കേരള ടൂറിസം കൊച്ചിയിലെത്തുന്ന ക്രൂയിസുകൾ സ്വീകരിക്കാൻ ഒരുക്കിയിരുന്നത്? കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ ക്രൂയിസ് ടെർമിനൽ, ലോകോത്തര നിലവാരത്തിലുള്ള പാസഞ്ചർ ലോഞ്ച്, എമിഗ്രേഷൻ കൗണ്ടറുകൾ, കസ്റ്റംസ് കൗണ്ടറുകൾ, സെക്യൂരിറ്റി കൗണ്ടറുകൾ, ക്രൂ ലോഞ്ച്, വൈഫൈ സൗകര്യങ്ങൾ വരെ. എന്നിട്ടും ആഡംബര കപ്പലുകൾക്ക് കേരളം വേണ്ട. അല്ലെങ്കിൽ ഇവിടെ നിന്നാരും ഇതിനൊരു ബിസിനസ്സായി കണ്ട് ക്യാൻവാസ് ചെയ്യാൻ തുനിഞ്ഞില്ല. വരുന്നവർ കേരളത്തിൻ്റെ മരതക ശോഭയുള്ള ആ പ്രഭ കണ്ട് ഇങ്ങോട്ട് വന്ന് ആകർഷിക്കപ്പെടുമെന്ന് ധരിച്ചിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. അതുതന്നെയാണ് സംഭവിച്ചത്. പിന്നെ സംഘർഷം കാരണം ചെങ്കടലിലെ യാത്ര ദുഷ്കരമായതോടെ 2024 ടൂറിസം പാക്കേജിൻ്റെ ആദ്യ സമയത്ത് തന്നെ ടൂർ പാക്കേജുകൾ റദ്ദാക്കി ക്രൂയിസ് കപ്പലുകൾ കൊച്ചിയെ കൈവിട്ടു തുടങ്ങിയതാണ്.
അപ്പോഴെങ്കിലും അപകടം മണത്തറിയാൻ ടൂറിസം വകുപ്പിലെ അസാമാന്യരായ വിദഗ്ധർക്കുമായില്ല. ചെങ്കടൽ ഒഴിവാക്കി ദക്ഷിണാഫ്രിക്കൻ തീരം വഴി വരുന്നത് ചില വേറും. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നിന്നും, ചെങ്കടൽ ഒഴിവാക്കി വരുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നും ക്രൂയിസുകളെ ആകർഷിക്കാമായിരുന്നു. പിന്നൊരു കാര്യമുണ്ട്, 2024-25 33 കപ്പലുകളാണ് ചാർട്ടർ ചെയ്തിരുന്നത്. ഇതിൽ 10-ലേറെ കപ്പലുകളാണ് അന്ന് റദ്ദാക്കിയത്. പിന്നീട് ബാക്കിയുള്ള കപ്പലുകൾ വന്നതുമില്ല. ഇനി ഈ രാജ്യാന്തര ക്രൂയിസുകൾ കൊച്ചിയിലെത്തുന്നത് കൊച്ചിക്ക് മാത്രമാണോ ഗുണം? അല്ല, സമീപ ജില്ലകളായ ആലപ്പുഴ, ഇടുക്കി, കോട്ടയം എന്നിവയ്ക്കും വൻ നേട്ടമാണ്. കാരണം ഓരോ കപ്പലിലും ശരാശരി 1500 വിനോദസഞ്ചാരികളുണ്ടാകും. ഇവരെല്ലാം കൊച്ചിയിലിറങ്ങി കേരളം കാണാൻ വരുന്നവരാണ്, അല്ലാതെ കപ്പലിൽ കിടന്ന് വെയിൽ കൊണ്ട് വിശ്രമിക്കാൻ വരുന്നവരല്ല. പിന്നെ ജീവനക്കാർ വരും 500ഓളം പേർ. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, കൊച്ചി നഗരം, കുമ്പളങ്ങി, ആലപ്പുഴ, കുമരകം, തേക്കടി, മൂന്നാർ, ഇതൊക്കെയാണ് ഈ ക്രൂയിസ് ടൂറിസത്തിൻ്റെ ഒരു സ്ഥിരം പാക്കേജിൻ്റെ റൂട്ട്. ഇതൊക്കെ സന്ദർശിച്ചാകും ഈ ക്രൂയിസ് കപ്പലിൽ വരുന്ന സഞ്ചാരികൾ അവിടെ പാക്കേജ് തീർത്ത് മടങ്ങുക. ഓരോ സഞ്ചാരിയും $150 മുതൽ $500 വരെ ഇവിടങ്ങളിൽ ഷോപ്പിങ്ങിന് ചിലവഴിക്കുമെന്നാണ് ശരാശരി കണക്ക്. അപ്പോൾ ആരാണ് ഈ ക്രൂയിസ് കപ്പലുകൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരാത്തതിന് ഉത്തരവാദികൾ? 42ഉം 50ഉം കപ്പലുകൾ വരെ വന്നിരുന്ന കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലെ കണക്കെടുത്ത് പരിശോധിച്ചിട്ട് ഇത്തവണ 2024-25 അവസാന ഘട്ടം വെറും 6 കപ്പലുകൾ. അത് കഴിഞ്ഞ് ഈ വർഷം ആദ്യം ഇതുവരെ വെറും ഒരു ആഡംബര കപ്പൽ, പിന്നെ 3 ചെറിയ കപ്പലുകളും. എന്തുകൊണ്ടാണ് ഇതെങ്കിലും ഒന്ന് പഠിക്കാൻ മുതിരാത്തതെന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച